ഗൈസ്, പ്ലസ് ടു കഴിഞ്ഞ് ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ നിന്ന് അടിച്ചു പൊളിച്ച് ഒരു പ്ലേസ്മെന്റോട് കൂടിയൊക്കെ പഠിച്ചിറങ്ങാന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സ്വപ്നമാണ് അല്ലേ. സോ അതിനു വേണ്ടിയുള്ള ഒരു ഡോറാണ് CUET-യിലൂടെ നമ്മുടെ മുന്നിൽ ഓപ്പൺ ആവുന്നത്. CUET നമ്മുടെ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഒരൊറ്റ എൻട്രൻസ് ടെസ്റ്റിലൂടെ ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസിലേക്കുള്ള വഴിയാണ് നിങ്ങളുടെ മുന്നിൽ തുറക്കുന്നത്. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CUET മാത്തമാറ്റിക്സിന്റെ സിലബസ് ആണ്. മാത്തമാറ്റിക്സ് കോർ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നവർക്കും അല്ലാതെ BTech അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പഠിക്കുന്നവർക്കും ഈവൻ BCom വരെ ഡൊമെയിൻ സബ്ജക്ട്സിൽ മാത്തമാറ്റിക്സ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് ഒരു ക്രൈറ്റീരിയയാണ്. സോ അത് കോളേജസിനെയും യൂണിവേഴ്സിറ്റീസിനെയും സ്പെസിഫിക് കോഴ്സസിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിവേസ് മാത്തമാറ്റിക്സ് സബ്ജക്ട് ക്ലിയർ ചെയ്യേണ്ടവർക്ക് മാത്തമാറ്റിക്സ് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ. സോ ആ സിലബസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമുക്കറിയാം CUET സിലബസ് +2 ബേസ് ചെയ്തിട്ടാണ് അല്ലേ. +1 നമ്മുടെ പിക്ചറിലേ ഇല്ല, കംപ്ലീറ്റ് +2 ആണ് CUET സിലബസ് ബേസ് ചെയ്തിട്ടുള്ളത്. സോ +2 നമുക്കറിയാം മാത്സിൽ നമുക്ക് 13 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. പ്രോബബിലിറ്റി വരെ, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് മുതൽ പ്രോബബിലിറ്റി വരെ 13 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ 13 ചാപ്റ്റേഴ്സും ഒന്നുപോലും കുറയാണ്ട് നമുക്ക് CUET സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉള്ളത്, പുതിയ സിലബസ് വന്നപ്പോൾ കഴിഞ്ഞ വർഷം ഡിലീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇപ്പോഴും ഇൻക്ലൂഡഡ് ആണ് സിലബസിൽ. പക്ഷെ അത് നിങ്ങൾ വെറി ആവേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ നമുക്ക് മേക്കപ്പ് ചെയ്യാം. ഉള്ള കാര്യങ്ങൾ തന്നെ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് CUET ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട. ഇപ്പം നമുക്ക് സിലബസിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. സോ നമുക്ക് സിലബസിലേക്ക് കടക്കാം അല്ലേ. അപ്പം ഞാൻ പറഞ്ഞ പോലെ മാത്തമാറ്റിക്സ് ഡൊമെയിൻ സബ്ജക്റ്റ് വേണ്ടവർക്ക് നമുക്ക് 2 ഓപ്ഷൻസ് ആണ് ആക്ച്വലി വരുന്നത്. അതായത് മാത്തമാറ്റിക്സ് ഓർ അപ്ലൈഡ് മാത്തമാറ്റിക്സ്. രണ്ടും മാത്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. മാത്തമാറ്റിക്സ് ഓർ അപ്ലൈഡ് മാത്തമാറ്റിക്സ്, അങ്ങനെയാണ് നമ്മൾ എല്ലാ കോളേജസിലും റിക്വയർമെന്റും പറയുക. മാത്സ് ഓർ അപ്ലൈഡ് മാത്സ് ക്ലിയർ ചെയ്യണം എന്നാണ്. ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മാത്തമാറ്റിക്സ് ആക്ച്വലി നമ്മുടെ +2 സയൻസിൽ നമ്മൾ പഠിക്കുന്ന മാത്സ് ഇല്ലടാ, ആ മാത്സ് സബ്ജക്ട് കംപ്ലീറ്റ്ലി ബേസ് ചെയ്തിട്ട് നമ്മുടെ സിലബസ് വരുന്നത് ഈ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിലാണ്. അപ്ലൈഡ് മാത്തമാറ്റിക്സിൽ ഇത്തിരി മാത്സ് വരുന്നുണ്ട്, നമ്മൾ പഠിക്കുന്ന NCERT നമ്മുടെ +2 മാത്സ് വരുന്നുണ്ട്. അതുകൂടാതെ സ്റ്റാറ്റിസ്റ്റിക്സും കുറച്ചൊരു കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടും അപ്ലൈഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ് അവിടെ സിലബസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. സോ നമ്മൾ ഒരു സയൻസ് ഓറിയന്റഡ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് ഈ ഒരു മാത്തമാറ്റിക്സ് തന്നെയാണ്. അതായത് നമുക്ക് എളുപ്പം അതായിരിക്കും, കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളത് മാത്തമാറ്റിക്സ് സബ്ജക്റ്റിന്റെ അണ്ടറിൽ വരുന്ന സിലബസിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ടാവുക. എനിവേസ് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് 2 സെക്ഷൻസ് ആയിട്ടാണ് സിലബസ് വരുന്നത്. സെക്ഷൻ A ആൻഡ് സെക്ഷൻ B. B എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 2. B1 B2 എന്ന് പറയുന്നത് 2 സെക്ഷൻസ് ആണ് നമുക്ക് വരുന്നത്. ഈ B1 ആണ് നമ്മുടെ മാത്തമാറ്റിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. മാത്തമാറ്റിക്സ് വരുന്നത് B1-ലാണ്. ആൻഡ് B2 എന്ന് പറയുന്നത് അപ്ലൈഡ് മാത്തമാറ്റിക്സിന്റെ സിലബസ് ആണ് കേട്ടോ. അപ്ലൈഡ് മാത്സ് ആണ്. സോ ഇവിടുത്തെ ക്രൈറ്റീരിയ എന്താന്ന് വെച്ചാൽ സെക്ഷൻ A രണ്ടുപേരും, അതായത് മാത്സ് ചൂസ് ചെയ്യുന്നവരാണെങ്കിലും അപ്ലൈഡ് മാത്സ് ചൂസ് ചെയ്യുന്നവരാണെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുക. രണ്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്നല്ല, ഒന്നുകിൽ നിങ്ങൾ മാത്സ് ഓപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അപ്ലൈഡ് മാത്സ് ഓപ്റ്റ് ചെയ്യണം. ഇത് രണ്ടും ഓപ്റ്റ് ചെയ്യുന്നവരും സെക്ഷൻ A ക്ലിയർ ചെയ്യണം. അപ്പോൾ സെക്ഷൻ A കോമൺ സെക്ഷൻ ആണ്, രണ്ടുപേരും ക്ലിയർ ചെയ്യണം. B1 B2 നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് AB1 എന്ന് പറയുന്ന കോമ്പിനേഷൻ എടുക്കാം, അല്ലെങ്കിൽ AB2 എന്ന് പറയുന്ന കോമ്പിനേഷൻ എടുക്കാം. നമ്മൾ സയൻസ് പഠിച്ചവരാണെങ്കിൽ നമ്മൾ AB1 എന്ന് പറയുന്ന കോമ്പിനേഷൻ തന്നെയാണ് ഫോക്കസ് ചെയ്യുക. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ AB2 ആയിരിക്കും കുറച്ചുകൂടി അവർക്ക് പ്രിഫറബിൾ. കാരണം സ്റ്റാറ്റിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവർക്ക് ഈ കാൽക്കുലസ് ഒക്കെ പഠിച്ചെടുക്കുന്നതിനേക്കാളും എളുപ്പം AB2 കോമ്പിനേഷൻ, അപ്ലൈഡ് മാത്തമാറ്റിക്സ് കോമ്പിനേഷൻ ആയിരിക്കും. എനിവേസ് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, സെക്ഷൻ Aയിൽ അതായത് കോമൺ സെക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് B1 ആൻഡ് B2ലേക്ക് പോകാം. ഇവിടെ ഞാൻ യെല്ലോ മാർക്ക് ചെയ്തിട്ടുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു ഡിലീറ്റഡ് ടോപ്പിക്സ് ഇവിടെ ഇൻക്ലൂഡഡ് ആണെന്നല്ലേ. നമ്മുടെ NCERT ഡിലീറ്റ് ചെയ്ത കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിൽ ഇനി ചിലപ്പം വല്ല അപ്ഡേഷനും ഒക്കെ വരുമായിരിക്കും. എനിവേസ് ആ ഡിലീറ്റഡ് ടോപ്പിക്സ് ആണ് ഞാൻ ഇവിടെ യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളത്. അത് കണ്ട് നിങ്ങൾ ഞെട്ടണ്ട, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ കൊടുത്തതാണ്. എനിവേസ് സെക്ഷൻ Aയിൽ ആദ്യം വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓൾജിബ്ര. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഓൾജിബ്രയാണ്. ഓൾജിബ്രയുടെ അണ്ടറിൽ വരുന്നത് നമ്മുടെ മെട്രിക്സും ടൈപ്സ് ഓഫ് മെട്രിസസ് ഓക്കെ. ആൻഡ് അതിൻ്റെ അണ്ടറിൽ നമ്മുടെ ഇക്വാലിറ്റി ഓഫ് മെട്രിസസ്, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, ഇങ്ങനെ മെട്രിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. ഓൾജിബ്ര ഓഫ് മെട്രിസസ് ഉണ്ട്. സോ എഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ വരും. ഡിറ്റർമിനൻസ് പഠിക്കാനുണ്ട്. ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് പഠിക്കാനുണ്ട്. സോൾവിങ് സിസ്റ്റം യൂസിങ് മെട്രിക്സ് മെത്തേഡ്, ഇതൊക്കെ നമ്മൾ നമ്മുടെ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് ഈ 2 ചാപ്റ്റേഴ്സിലായിട്ട് പഠിക്കുന്നതാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ സെക്ഷൻ Aയിൽ വരുന്നുണ്ട്, which is common for both maths and applied mathematics. And അടുത്തത് കാൽക്കുലസ്. കാൽക്കുലസിൽ വരുന്നത് ഹയർ ഓർഡർ
ഡെറിവേറ്റീവ്സ്, സെക്കൻഡ് ഡെറിവേറ്റീവ്, തേർഡ് ഡെറിവേറ്റീവ്, അങ്ങനെ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ്. ടാൻജൻസ് ആൻഡ് നോർമൽസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നിങ്ങൾക്ക് കേട്ട് പരിചയം ഉണ്ടാവില്ല, കാരണം നമ്മൾ ഡിലീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കും നമ്മുടെ സിലബസിൽ വരുന്നുണ്ട്. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസ്, മാക്സിമ ആൻഡ് മിനിമ, ഇതൊക്കെ നമ്മുടെ അപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിൽ വരുന്ന കാര്യങ്ങളാണ്. ദെൻ കംസ് ഇന്റഗ്രേഷൻ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ഇന്റഗ്രേഷനിൽ നമ്മുടെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസും ഓഫ് സിമ്പിൾ ഫംഗ്ഷൻസ്, നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നില്ലടാ, എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിമ്പിൾ ഫംഗ്ഷൻസിന്റെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഇവാലുവേഷൻ ഓഫ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ്, കുറച്ചുകൂടി ലെവൽ മാറി നമ്മൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസിന്റെ ഇവാലുവേഷൻ അറിയണം, ഡെഫിനിറ്റ് ഇന്റഗ്രൽസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ആൻഡ് അത് കഴിഞ്ഞ് അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷനും സെക്ഷൻ എയിൽ വരുന്നുണ്ട്. അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷനിൽ ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറയുന്ന ഒരൊറ്റ ടോപ്പിക് അല്ലേ നമ്മൾ പഠിക്കുന്നത്. ഏരിയ അണ്ടർ ദി കർവും ഏരിയ ബിറ്റ്വീൻ ദി കർവ്സും വരുന്നുണ്ട്. സെക്ഷൻ എയിൽ വരുന്നത് ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഓർഡർ ആൻഡ് ഡിഗ്രി അറിഞ്ഞിരിക്കണം. ഫോർമുലേറ്റിംഗ് ആൻഡ് സോൾവിംഗ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വിത്ത് വേരിയബിൾസ് സെപ്പറബിൾ. സോ കംപ്ലീറ്റ് ടോപ്പിക് സെക്ഷൻ എയിൽ വരുന്നില്ല. ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങളാണ് സെക്ഷൻ എയിൽ വരുന്നത്. ഇതേ സംഗതി ഡീറ്റെയിൽ ആയിട്ട് B1 വരും, നിങ്ങൾ പേടിക്കേണ്ട, ബാക്കിയില്ല എന്ന് വിചാരിക്കേണ്ട, B1 വരും കേട്ടോ. സോ ഫോർമുലേറ്റിംഗ് ആൻഡ് സോൾവിംഗ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് വേരിയബിൾസ് സെപ്പറബിൾ. അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ഫോമും ഓർഡർ ആൻഡ് ഡിഗ്രിയും മാത്രമാണ് സെക്ഷൻ എയിൽ വരുന്നത്. ഇനി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, കുറച്ചുകൂടി ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. റാൻഡം വേരിയബിൾസ് ആൻഡ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എ റാൻഡം വേരിയബിൾ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ കാര്യങ്ങളൊക്കെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് നമ്മളിപ്പോൾ ടെക്സ്റ്റിൽ പഠിക്കുന്നില്ല അല്ലേ, സയൻസിൽ പഠിക്കുന്നില്ല, കുറച്ചുകൂടി സ്റ്റാറ്റിസ്റ്റിക്സ് കൊമേഴ്സ് സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്നതാണ്. സോ ഇത് സെക്ഷൻ എയുടെ അണ്ടറിൽ വരുന്ന ടോപ്പിക്കാണ്. പിന്നെ നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗിൽ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഓഫ് LPP നമുക്കിപ്പോൾ ഡിലീറ്റഡ് ആണ്. പക്ഷേ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സൊല്യൂഷൻ ഫൈൻഡിങ്, അല്ലെങ്കിൽ ഫീസിബിൾ ആൻഡ് ഇൻഫീസിബിൾ റീജിയൻ, ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ സെക്ഷൻ എയുടെ അണ്ടറിൽ വരുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ്, അതായത് നമ്മുടെ മെട്രിക്സ്, ഡിറ്റർമിനൻസ്, കാൽക്കുലസിൽ തന്നെ മെയിനായിട്ട് അപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സും ഇന്റഗ്രേഷനും അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷനും ഡിഫറൻഷ്യൽ ഇക്വേഷനും, ഇതൊന്നും കംപ്ലീറ്റ് ഇല്ല, സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സും പിന്നെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും ലീനിയർ പ്രോഗ്രാമിംഗും ആണ് സെക്ഷൻ എയുടെ അണ്ടറിൽ നമുക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെല്ലെ സെക്ഷൻ B1 പോയാലോ. അതാണ് നമ്മുടെ മെയിൻ സെക്ഷൻ എന്ന് പറയുന്നത്. സോ മാത്തമാറ്റിക്സിന്, അതായത് സെക്ഷൻ B1 എന്ന് പറയുന്നത് ഇസ് കംപ്ലീറ്റ്ലി പ്യുവർ മാത്തമാറ്റിക്സ് ആണ്. സെക്ഷൻ B1 നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. സോ നോക്കിക്കേ, യൂണിറ്റ് 1 എന്ന് പറയുന്നത് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആണ്. നമ്മുടെ ചാപ്റ്റർ 1 തന്നെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. സോ ആദ്യം ഇവിടെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ നമ്മൾ ടൈപ്സ് ഓഫ് റിലേഷൻസ്, അതായത് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് റിലേഷൻസ്, ഇക്വലൻസ് റിലേഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ്, അതായത് നമ്മുടെ 1, 1, ഫംഗ്ഷൻസ്, കോമ്പോസിറ്റ് ഫംഗ്ഷൻ, ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ, ബൈനറി ഓപ്പറേഷൻസ്. ബൈനറി ഓപ്പറേഷൻസ് ഡിലീറ്റഡ് ടോപ്പിക് ആണ്, നമുക്ക് പഠിച്ചെടുക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ എക്സാക്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ടൈപ്സ് ഓഫ് റിലേഷൻ, ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ, കോമ്പോസിഷൻ, ഇൻവേഴ്സ്, ഒരൊറ്റ ടോപ്പിക് ഒഴിവാക്കിയിട്ടില്ല, കംപ്ലീറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, ഇതേ കേസാണ്. ഡെഫിനിഷനും റേഞ്ചും ഡൊമെയിനും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചസും ഒക്കെ അറിഞ്ഞിരിക്കണം. ഗ്രാഫ് ഓഫ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും എലിമെന്ററി പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെ സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. സോ +2 മറക്കണ്ടെന്നർത്ഥം, ഇതിൽ പേടിക്കാനൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ +2 ബോർഡ് എക്സാമിന് പഠിക്കുന്ന കാര്യങ്ങളല്ലേ. സോ ബോർഡ് എക്സാമിന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി അടിപൊളിയായിട്ട് പൊടി തട്ടി എടുക്കണം എന്ന് മാത്രം, നത്തിങ് ടു വറി. അങ്ങനെയാണെങ്കിൽ അടുത്ത പിടിച്ചോ, ഓൾജിബ്ര. യൂണിറ്റ് 2 ഓൾജിബ്രയാണ് വരുന്നത്. ഓൾജിബ്രയിലാണ് നമ്മുടെ മെട്രിക്സും ഡിറ്റർമിനൻസും ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. സോ മെട്രിക്സിന്റെ കേസിൽ കോൺസെപ്റ്റ്, നൊട്ടേഷൻ, ഓർഡർ, ഇക്വാലിറ്റി, ടൈപ്സ് ഓഫ് മെട്രീസസ്, സീറോ മെട്രിക്സ്, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രീസസ്, ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഓൾജിബ്ര ഓഫ് മെട്രീസസ് വരുന്നുണ്ട്, മൾട്ടിപ്ലിക്കേഷനും ഒക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നോൺ കമ്മ്യൂട്ടേറ്റിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രീസസ്, നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നോൺ കമ്മ്യൂട്ടേറ്റീവ് ആണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളും, എക്സിസ്റ്റൻസ് ഓഫ് നോൺ സീറോ മെട്രീസസ് ഹൂസ് പ്രൊഡക്റ്റ് ഇസ് സീറോ മെട്രിക്സ്, രണ്ട് നോൺ സീറോ മെട്രിക്സിന്റെ പ്രൊഡക്റ്റ് സീറോ ആവുന്ന കേസൊക്കെ ഉണ്ട് അല്ലേ. സോ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് പറയുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഇനി കോൺസെപ്റ്റ് ഓഫ് എലിമെന്ററി റോ കോളം ഓപ്പറേഷൻസ്, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഡിലീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് പഠിക്കാം. ആൻഡ് ഇൻവേർട്ടിബിൾ മെട്രീസസ് ആൻഡ് പ്രൂഫ് ഓഫ് യൂണിക്നെസ് ഓഫ് ഇൻവേഴ്സ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ്, ഇതൊക്കെ ഡിലീറ്റഡ് ആണ് ഇപ്പോൾ ആസ് ഓഫ് നൗ, നമുക്കത് പഠിച്ചെടുക്കാം കേട്ടോ. ഇനി ഡിറ്റർമിനൻസിലോട്ട് വരുമ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് അപ് ടു 3/3 മെട്രിക്സസ് ആണ് നമ്മൾ ഡിറ്റർമിനന്റ് പഠിക്കുന്നത്. സോ അത് ഇവിടെയും ചോദിക്കുന്നുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് മൈനർ, അതിൽ വലിയ പ്രോപ്പർട്ടീസ് ഒന്നും ചോദിക്കില്ല, കാരണം നമ്മൾ എന്താ പറയുക, ഒരു പരിധി വരെ നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് മൈനേഴ്സ്, co-factors, applications of determinants in finding the area of triangle, adjoint and inverse of a square matrix, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. കൺസിസ്റ്റൻസി, ഇൻകൺസിസ്റ്റൻസി ആൻഡ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നാൽ നമുക്ക്
നമുക്ക് മെട്രിക്സ് മെത്തേഡ് വഴി സോൾവ് ചെയ്യാൻ അറിയാം. സോ അതിന്റെ കൺസിസ്റ്റൻസി, ഇൻകൺസിസ്റ്റൻസി തുടങ്ങിയ കാര്യങ്ങളൊക്കെ 2 or 3 വേരിയബിൾസിന്റെ കേസിൽ വരെയാണ് അത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് വെച്ച് ഫൈൻഡ് ചെയ്യുന്നത്. സോ അതായത് ഡിറ്റർമിനൻസും മെട്രിക്സും നമ്മൾ പഠിച്ച കംപ്ലീറ്റ് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കാൽക്കുലസിലോട്ട് വരാം. പേടിയുണ്ടോ? കാൽക്കുലസ് കൂളാണല്ലേ. സോ യെസ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ നമുക്ക് തുടങ്ങാം. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ എന്താ കണ്ടിന്യൂറ്റി, എന്താ ഡിഫറൻഷ്യബിലിറ്റി? കോമ്പോസിറ്റ് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ നമ്മുടെ ചെയിൻ റൂൾ ആണ്. പിന്നെ ഡെറിവേറ്റീവ് ഓഫ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ്, എക്സ്പോണൻഷ്യൽ ലോഗരിതമിക് ഫംഗ്ഷൻസിന്റെ കോൺസെപ്റ്റും അവരുടെ ഡെറിവേറ്റീവും. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്, ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് ആണ്. ആൻഡ് അവരുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എല്ലാ ടൈപ്സ് ഓഫ് ഡിഫറൻസിയേഷനും. അവസാനം സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ്. ഇത്രയായിരുന്നു നമുക്ക് ആക്ച്വലി ചാപ്റ്ററിൽ പഠിക്കാൻ ഉണ്ടായിരുന്നത്. പിന്നെ വരുന്നത് റോൾസ് ആൻഡ് ലെഗ്രാഞ്ചേസ് മീൻ വാല്യൂ തിയറംസ് ആണ്. അത് ഡിലീറ്റഡ് ആയിരുന്നു, പക്ഷേ ഇപ്പൊ നമുക്ക് സിലബസിലുള്ളതുകൊണ്ട് അതൊക്കെ പൊടി തട്ടിയെടുക്കാം കേട്ടോ. ഡോണ്ട് വറി. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കിക്കോളൂ, ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്. ഇവിടെയും ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിൽ റേറ്റ് ഓഫ് ചേഞ്ചും ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. ടാൻജൻസ് ആൻഡ് നോർമൽസ് നമ്മൾ മുന്നേ പറഞ്ഞു ഡിലീറ്റഡ് ആണ്, പക്ഷെ അത് നമുക്ക് പഠിക്കാനുണ്ട് ഇവിടെ. അപ്രോക്സിമേഷനും ഡിലീറ്റഡ് ആണ് കേട്ടോ. സോ യെസ്, ടാൻജൻസ് ആൻഡ് നോർമൽസും അപ്രോക്സിമേഷനും ഡിലീറ്റഡ് ടോപ്പിക് ആണ്. പിന്നെ മാക്സിമം ആൻഡ് മിനിമം നമുക്കറിയാം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. സോ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ പിന്നെ വരുന്നത് നമ്മുടെ ചാപ്റ്റർ 3 ആയിട്ട് ഇന്റഗ്രൽസ് ആണ് വരുന്നത്. ഇന്റഗ്രൽസിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻവേഴ്സ് ഇന്റഗ്രേഷൻ ആസ് ദി ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ, നമ്മുടെ ബേസ്. പിന്നെ വരുന്നത് ഇന്റഗ്രേഷൻ ഓഫ് വെറൈറ്റി ഓഫ് ഫംഗ്ഷൻസ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, പാർഷ്യൽ ഫ്രാക്ഷൻ, പാർട്സ്, അതേപോലെ സിമ്പിൾ ഇന്റഗ്രൽസ്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഇന്റഗ്രൽസ് ഇല്ല, ഈ കാണുന്നതൊക്കെ സ്റ്റാൻഡേർഡ് ഇന്റഗ്രൽസ് ആണ്, റിസൾട്ട് വെച്ച് നമ്മൾ ചെയ്യുന്നതാണ്. സോ ഇതൊക്കെ സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ട്. സോ സിലബസ് അത്രയും ക്ലിയർ ആണ്. നിങ്ങൾക്ക് തന്നെ ആ PDF എടുത്ത് ഒന്ന് വായിച്ച് നോക്കിയാൽ ക്ലാരിറ്റി ഉണ്ട് കാര്യങ്ങളിൽ. സോ ഇത്രയും റിസൾട്ട്സ് ഒക്കെ നമ്മൾ ചെയ്യണം. പഠിക്കണം എന്നില്ല, പഠിച്ചു കഴിഞ്ഞതാണ്. എന്താ പറയാ, ഒന്നിങ്ങനെ ബ്രഷ് ചെയ്താൽ മതി. ഓക്കെ, യെസ്. ഇനി അടുത്ത് പൊടി തട്ടി എടുക്കാൻ പിന്നെ നമ്മൾ ബെസ്റ്റ് ആണല്ലോ. നമ്മളിങ്ങനെ ഓരോ എക്സാം കഴിയുമ്പോൾ ബുക്ക് പൂട്ടി വെച്ചിട്ട് അടുത്ത എക്സാമിന് തുറക്കുന്ന ടീമല്ലേ, അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. പബ്ലിക് കഴിഞ്ഞ് പൂട്ടിയാലും നമുക്ക് CUTക്ക് ഒന്നുകൂടി അത് തുറന്ന് സെറ്റ് ആക്കാം കേട്ടോ. സോ യെസ്, ഡെഫിനറ്റ് ഇന്റഗ്രൽസ് ആസ് ലിമിറ്റ് ഓഫ് സം ഡിലീറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു, പക്ഷേ ഇത് ഇൻക്ലൂഡഡ് ആണ് സിലബസിൽ. ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്റഗ്രേഷനിൽ നിന്ന് വരുന്നത്. അപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രൽസിൽ നമ്മൾ മെയിൻലി പഠിച്ചത് ഏരിയ അണ്ടർ സിമ്പിൾ കർവ്സ് ആയിരുന്നു. അതായത് നമ്മുടെ എസ്പെഷ്യലി ലൈൻസ്, സർക്കിൾ, പാരബോള, എലിപ്സ് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഏരിയ ബിറ്റ്വീൻ 2 കർവ്സ് നമ്മൾ പഠിച്ചിട്ടില്ല. അതും വളരെ എളുപ്പമാണ്. ഏരിയ അണ്ടർ ദി കർവ് വെച്ചിട്ട് തന്നെ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ ഏരിയ ബിറ്റ്വീൻ കർവ്സ് എന്ന് പറയുന്നത്. സോ ഈ ടോപ്പിക്കുമാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രൽസിൽ നമുക്ക് അറിയാനുള്ളത്. ദെൻ കംസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡെഫിനിഷനും ഓർഡർ, ഡിഗ്രി, ജനറൽ ആൻഡ് പെർട്ടിക്കുലർ സൊല്യൂഷൻസ്, ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഹൂസ് ജനറൽ സൊല്യൂഷൻ ഇസ് ഗിവൻ, സൊല്യൂഷൻ ഓഫ് differential equations by variable separable method, homogeneous method, അതേപോലെ solutions of linear differential equations. So linear differential equationന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിട്ടുള്ളത്, ജനറൽ ഫോമാറ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ കംപ്ലീറ്റ് ആയിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസും വരുന്നുണ്ട്. അതിൽ ആക്ച്വലി ഇതിന്റെ ഇടയ്ക്ക് വരുന്ന സംഗതി ഡിലീറ്റഡ് ആയിരുന്നു. ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹൂസ് ജനറൽ സൊല്യൂഷൻ ഇസ് ഗിവൻ, ഇത് ഡിലീറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. പക്ഷെ അതൊക്കെ വളരെ എളുപ്പമാണ്, നമുക്ക് പഠിച്ചെടുക്കാം കേട്ടോ. ഈ സബ് അത്രയും കാര്യങ്ങളാണ് 5th ചാപ്റ്ററിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് 4 പിന്നെ വരുന്നത്, ഒരു മിനിറ്റ് ഇടാം. യെസ്, അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് 4 വരുന്നത് വെക്ടേഴ്സ് ആൻഡ് 3 ഡയമെൻഷണൽ ജിയോമെട്രി. ആദ്യം നമുക്ക് വെക്ടേഴ്സിൽ പഠിക്കാനുള്ളത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. വെക്ടേഴ്സ് ആൻഡ് സ്കേലാർസ്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ഓഫ് എ വെക്ടർ, ഡിറക്ഷൻ കൊസൈൻസ്, ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്, പൊസിഷൻ വെക്ടർ, നെഗറ്റീവ് ഓഫ് എ വെക്ടർ, കോമ്പണൻസ് ഓഫ് വെക്ടർ, എഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, പൊസിഷൻ വെക്ടർ, ഇതൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മുടെ സ്കേലാർ ഡോട്ട് പ്രോഡക്റ്റ്, അതേപോലെ പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ എ ലൈൻ, വെക്ടർ ക്രോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ വെക്ടർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സ്, ആൻഡ് ഫൈനലി സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് which is deleted. അത് നമുക്ക് ശരിയാക്കേണ്ടതുണ്ട്. സോ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. 3Dയിലേക്ക് വരുമ്പോൾ ഡിറക്ഷൻ കൊസൈൻസ്, എ ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ്, കാർട്ടീഷ്യൻ ആൻഡ് വെക്ടർ ഇക്വേഷൻ ഓഫ് എ ലൈൻ, കോപ്ലാനാർ ആൻഡ് സ്ക്യൂ ലൈൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷേ പ്ലെയിനിന്റെ കേസിൽ നമ്മൾ കാർട്ടീഷ്യൻ ആൻഡ് വെക്ടർ ഇക്വേഷൻസ് ഒക്കെ ഡിലീറ്റഡ് ആയിരുന്നു, പക്ഷേ ഇവിടെ അതുണ്ട്. സോ കാർട്ടീഷ്യൻ ആൻഡ് വെക്ടർ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ ഉണ്ട്. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് നമുക്കറിയാം, 2 പ്ലെയിൻസ് അല്ലെങ്കിൽ ഒരു ലൈൻ ആൻഡ് പ്ലെയിൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിലീറ്റഡ് ആണ്. സോ അത് നമുക്കൊന്ന് പഠിച്ചെടുക്കാനുണ്ട്. ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ പ്ലെയിൻ, ഇത്രയും കാര്യങ്ങൾ നമുക്ക്
3D geometry ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആൻഡ് ദെൻ കംസ് ലീനിയർ പ്രോഗ്രാമിംഗ്. ലീനിയർ പ്രോഗ്രാമിംഗിലോട്ട് വരുമ്പോൾ ഇൻട്രൊഡക്ഷൻ, related terminology such as constraints, objective function, optimization, different types of LPP. ഇതൊക്കെ വൺ വേർഡ് ആയതുകൊണ്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴേ നമ്മൾ ഈ ഡെഫിനിഷൻസിലൊക്കെ കാര്യമുണ്ട്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഒപ്റ്റിമൈസേഷൻ, കൺസ്ട്രെയിൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. മറ്റത് എപ്പോഴും നമ്മൾ ഈ 6 മാർക്കിന് സോൾവ് ചെയ്യാൻ മാത്രം പഠിച്ചു വെക്കുകയാണ് ചെയ്യുക. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് നമ്മൾ വൺ വേർഡ്, അതായത് നമ്മളൊരു എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി കൂടി ഡീപ്പായിട്ട് എല്ലാ പേപ്പേഴ്സും അല്ലെങ്കിൽ എല്ലാ എന്താ പറയുക ചാപ്റ്റേഴ്സും ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് LPP പ്രോബ്ലംസ്, മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഓഫ് LP പ്രോബ്ലംസ്, യെസ് അത് നമുക്കില്ല ആക്ച്വലി, അത് നമുക്ക് പഠിച്ചെടുക്കണം. ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സൊല്യൂഷൻസ് ഫോർ പ്രോബ്ലംസ് ഇൻ 2 വേരിയബിൾസ്, feasible and infeasible regions, feasible and infeasible solutions, optimal feasible solution. ഇതൊക്കെ നമ്മുടെ LPPന്റെ അണ്ടറിൽ വരുന്നതാണ്. ആൻഡ് പ്രോബബിലിറ്റിയിൽ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ തിയറം പ്രോബബിലിറ്റി, കണ്ടീഷണൽ പ്രോബബിലിറ്റി, ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്, ടോട്ടൽ പ്രോബബിലിറ്റി, ബേസ് തിയറം, ഇതൊക്കെ നമുക്കറിയാം. പിന്നെ നമുക്ക് റാൻഡം വേരിയബിൾസ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ മീൻ, വേരിയൻസ്, അതേപോലെ ബെർണോളി ട്രയൽ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് സെറ്റ് ആക്കേണ്ടതുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ സെക്ഷൻ B1 വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് മുതൽ പ്രോബബിലിറ്റി വരെയുള്ള എല്ലാ ടോപ്പിക്സും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ CUET അണ്ടറിൽ നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി വരുന്നത് സെക്ഷൻ B2 ആണ്, ദാറ്റ് ഇസ് അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആണ്. അത് നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണെങ്കിൽ ഇനി ബാക്കി വീഡിയോ കാണണമെന്നില്ല. നിങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിച്ച ടെക്സ്റ്റ് പ്രകാരം നമ്മളിപ്പോൾ റെഫർ ചെയ്യേണ്ട സിലബസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞ B1 എന്ന് പറയുന്നത്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിച്ച് അല്ലെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വന്ന് കുറച്ചുകൂടി സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അറ്റൻഡ് ചെയ്യാൻ എളുപ്പം, അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആണ് ക്ലിയർ ചെയ്യാൻ എളുപ്പം എന്നുള്ളവരാണെങ്കിൽ, അതായത് ഈ പറഞ്ഞ കാൽക്കുലസ് ഒക്കെ പഠിച്ചെടുക്കുന്നതിനേക്കാളും സ്റ്റാറ്റിസ്റ്റിക്സും അതിലെ കുറച്ച് ലോജിക്കൽ ഏരിയാസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്യാൻ എളുപ്പമാണ്. സോ അതാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാം, ബാക്കി വീഡിയോ കണ്ടാൽ മതി കേട്ടോ. സോ സെക്ഷൻ B2 ഇസ് ഫോർ അപ്ലൈഡ് മാത്തമാറ്റിക്സ്. അവിടെ യൂണിറ്റ് 1 എന്ന് പറയുന്നത് നമ്പേഴ്സ്, ക്വാണ്ടിഫിക്കേഷൻ ആൻഡ് ന്യൂമറിക്കൽ ആപ്ലിക്കേഷൻസ്, അതായത് മോഡുലോ അരിത്മെറ്റിക്, കോൺഗ്രുവൻസ് മോഡുലോ, എലിഗേഷൻ ആൻഡ് മിക്സ്ചർ, ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ഇതൊക്കെയാണ് ഈ യൂണിറ്റ് 1 വരുന്നത്. സോ ഇത് ശരിക്കും കോൺഗ്രുവൻസ് മോഡുലോ അല്ലെങ്കിൽ റൂൾ ഓഫ് എലിഗേഷൻ ടു പ്രൊഡ്യൂസ് എ മിക്സ്ചർ അറ്റ് എ ഗിവൺ പ്രൈസ്, ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടി ലോജിക്കൽ കാര്യങ്ങളാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ്. ആൻഡ് ദെൻ പിന്നെ ഈ ഒരു സിലബസിൽ വരുന്നത് ആക്ച്വലി ബോർഡ്സ് ആൻഡ് സ്ട്രീംസ്, പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ്, റേസസ് ആൻഡ് ഗെയിംസ്, ഇങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പ്, ന്യൂമറിക്കൽ ഇനീക്വാലിറ്റീസ്, ഇതൊക്കെ ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്നതാണ്. അതായത് ഈ അപ് സ്ട്രീം ഡൗൺ സ്ട്രീം തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രോബ്ലംസ്. ഓക്കെ, റേസസ് ആൻഡ് ഗെയിംസ് എന്നൊക്കെ പറയുമ്പോൾ കമ്പയർ ദി പെർഫോമൻസ് ഓഫ് 2 players വിത്ത് റെസ്പെക്ട് ടു ടൈം, ഇതൊക്കെ കുറച്ചുകൂടി നമ്മുടെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആക്റ്റീവ് പാർട്ട്ണർ ആൻഡ് സ്ലീപ്പിംഗ് പാർട്ട്ണർ, കുറച്ചുകൂടി ഒരു കൊമേഴ്സ് റിലേറ്റഡ് കാര്യങ്ങളാണ് ഈ പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പറയുന്നത്. ന്യൂമറിക്കൽ ഇനീക്വാലിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, നമ്മുടെ ഇനീക്വാലിറ്റീസ് അല്ലെ, ലീനിയർ ഇനീക്വാലിറ്റീസ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതേപോലെ ന്യൂമറിക്കൽ ഇനീക്വാലിറ്റീസ്. ഓക്കെ, ദെൻ കംസ് ഓൾജിബ്ര. കുറച്ച് നമ്മുടെ സയൻസ് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഓൾജിബ്രയിൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ് നമ്മുടെ മെട്രിക്സും അതേപോലെ തന്നെ ഡിറ്റർമിനൻസ് കാര്യങ്ങളൊക്കെ അല്ലേ. സോ ഇവിടെ മെട്രിക്സും ടൈപ്സ് ഓഫ് മെട്രിക്സും വരുന്നുണ്ട്. മെട്രിക്സ് എന്താണ്, അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിക്സസ് എന്തൊക്കെയാണ്, ഇക്വാലിറ്റി ഓഫ് മെട്രിക്സ്, ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ്, സിമെട്രിക്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെട്രിക്സിൽ നിന്ന് പഠിക്കാനുള്ളത്. ആൻഡ് കാൽക്കുലസും വരുന്നുണ്ട്. കാൽക്കുലസിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഹയർ ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഇതൊക്കെ അറിയാം. അണ്ടർസ്റ്റാൻഡ് ഡിഫറൻസിയേഷൻ ഓഫ് പാരാമെട്രിക് ഫംഗ്ഷൻസ് ആൻഡ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ്, ഐഡന്റിഫൈ ഡിപെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. സോ ജസ്റ്റ് പാരാമെട്രിക് ഡിഫറൻസിയേഷനും ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷനും അതൊരു വളരെ ബേസ് ലെവലിൽ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. പിന്നെ വരുന്നത് മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ യൂസിങ് ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ് മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ എന്നൊക്കെ പറയുന്നത്. സോ നിങ്ങൾക്ക് ഒരു ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ തന്നാൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത മാർജിനൽ കോസ്റ്റ് കിട്ടും, അത്രയേ ഉള്ളൂ. സോ ഡിഫറൻസിയേഷൻ ഒന്ന് ബേസിക് ആയിട്ട് അറിഞ്ഞിരുന്നാൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് ദെൻ കംസ് മാക്സിമ ആൻഡ് മിനിമ, ക്രിട്ടിക്കൽ പോയിന്റ്സ് എടുക്കാനും അതേപോലെ പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ കറസ്പോണ്ടിങ് ടു മാക്സിമ ആൻഡ് മിനിമ വാല്യൂസ്. അപ്പം ഈ രീതിയിൽ നമ്മുടെ മാക്സിമം ആൻഡ് മിനിമം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നുണ്ട് അപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിൽ. ദെൻ കംസ്, ഇതൊക്കെ നമ്മുടെ മാത്സിന്റെ അപ്ലിക്കേഷൻസ് ആണല്ലോ. ഈ പറയുന്ന മാക്സിമം മിനിമം ആയാലും മാർജിനൽ കോസ്റ്റ് ആയാലും നമ്മൾ മുന്നേ പറഞ്ഞ ഓരോ ടോപ്പിക്സ് ആയാലും ഒക്കെ മാത്തമാറ്റിക്സിന്റെ അപ്ലിക്കേഷൻസ് ആണ്. അതുകൊണ്ടാണ് ഇത് അപ്ലൈഡ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. അവിടെ പ്യുവർ തിയറി അല്ല വരുന്നത്, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ചുകൂടി അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഏരിയ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ആ ഒരു രീതിയിലാണ് നമ്മുടെ സിലബസ് വരുന്നത്. ആൻഡ് ദെൻ കംസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്. ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ആരൊക്കെ വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടാവും. സോ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ റാൻഡം വേരിയബിൾസിനെ കുറിച്ച് മനസ്സിലാക്കുക, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിനെ കുറിച്ച് മനസ്സിലാക്കുക, എന്താണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ, ഇ ഓഫ് എക്സ് എക്സ്പെക്ടേഷനെ കുറിച്ചും വി ഓഫ് എക്സ് വേരിയൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ദെൻ ഇൻഡെക്സ് നമ്പേഴ്സ് ആൻഡ് ടൈം ബേസ്ഡ് ഡേറ്റ. ഇൻഡെക്സ് നമ്പേഴ്സ്, കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്,
numbers, test of adequacy of index numbers, time series, components of time series analysis for unvariate data, ഇത്രയും univariate data, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കാനുണ്ട്. ഇൻഡെക്സ് നമ്പേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സെക്ഷൻ B2 വരുന്നതാണ്. ആൻഡ് ദെൻ കംസ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അവിടെ നമ്മുടെ പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ, നമ്മൾ സാമ്പിൾ പോപ്പുലേഷൻ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ. പാരാമീറ്റർ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ്, അതിൻ്റെ അണ്ടറിലൊക്കെ കുറേ ചെറിയ ചെറിയ ടോപ്പിക്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മതി, സിലബസ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം കേട്ടോ. യെസ്, പിന്നെ ഫിനാൻഷ്യൽ മാത്തമാറ്റിക്സ് വരുന്നുണ്ട്. വാല്യുവേഷൻ ഓഫ് ബോൺസ്, പെർപെച്വിറ്റി, സിങ്കിങ് ഫണ്ട്സ്, ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ ഫിനാൻഷ്യൽ മാത്തമാറ്റിക്സ്, കുറച്ചുകൂടി കൊമേഴ്ഷ്യൽ മാത്തമാറ്റിക്സ് ആണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. Then calculate value of bond using present value approach. Yes, calculation of EMI, linear method of depreciation, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ B2 വരുന്നതാണ്. ആൻഡ് നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് വരുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ ആൻഡ് റിലേറ്റഡ് ടെർമിനോളജി, മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഓഫ് LPP, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് LPPs, ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സൊല്യൂഷൻ ഫോർ പ്രോബ്ലംസ് ഇൻ 2 വേരിയബിൾസ്, ഫീസിബിൾ ആൻഡ് ഇൻഫീസിബിൾ റീജിയൻസ്, ഫീസിബിൾ ആൻഡ് ഇൻഫീസിബിൾ സൊല്യൂഷൻസ്, ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ B2 സിലബസിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കുറച്ച് നമ്മുടെ സയൻസിലെ കാര്യങ്ങൾ വരുന്നുണ്ട്, ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന നമ്മുടെ മെട്രിക്സ് ഡിറ്റർമിനൻസ് വരുന്നില്ല, മെട്രിക്സും കുറച്ച് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ പൊതുവെ കുറച്ചുകൂടി ഒരു ജനറൽ സംഗതികളും അതേപോലെ ഒരു കൊമേഴ്ഷ്യൽ സംഗതികളും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെയാണ് സെക്ഷൻ B2 ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. എനിവേസ്, സെക്ഷൻ B1ൻ്റെയും B2ൻ്റെയും സിലബസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. B1-ൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം, നമ്മുടെ ടെക്സ്റ്റ് എന്താണോ അതേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രായും ഓർത്തെടുക്കാനുണ്ട്. കാരണം ഡിലീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ധാരണ ഉണ്ടാവില്ല, അതുകൂടി നമുക്കൊന്ന് പഠിച്ചെടുക്കാനുണ്ട്. അതൊന്ന് പഠിച്ചെടുത്ത് പ്രോബ്ലംസ് ചെയ്ത് സെറ്റാക്കിയാൽ CUET നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. കാരണം അത്രയും നമ്പർ ഓഫ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, കോഴ്സസ് ഉണ്ട്, സീറ്റ്സ് ഉണ്ട്. ഒന്ന് വേണമെന്ന് വെച്ചാൽ മതി, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അത് നിങ്ങൾ ഭയങ്കര പഠിപ്പിച്ചാവണം, +2 ഭയങ്കര മാർക്ക് വേണം, ഇങ്ങനെയൊന്നുമില്ല. ഈ എൻട്രൻസ് നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് നന്നായിട്ട് അങ്ങ് പ്രിപ്പയർ ചെയ്താൽ മതി. എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് മാത്സ്, നിങ്ങൾക്കറിയാം പ്രോബ്ലംസ് ചെയ്ത് തന്നെ നമ്മൾ പഠിക്കണം. സോ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഇത്തിരി കൂടി ഡീപ്പറായിട്ട് നമ്മുടെ ചാപ്റ്ററിലേക്ക് ഇറങ്ങിച്ചില്ല. നമ്മൾ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെയല്ല. ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ തട്ടിക്കൂട്ടി ചിലപ്പോൾ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ചൊക്കെ എഴുതി വെച്ചൊരു 3 മാർക്കൊക്കെ കിട്ടും അല്ലേ. ഇവിടെ അങ്ങനെയല്ല, ഒരു യെസ് ഓർ നോ സംഗതിയാണ്, റൈറ്റ് ഓർ റോങ് ആണ് അല്ലേ. സോ അത് കുറച്ച് ഡീപ്പറായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു സ്കില്ല് ഉണ്ടല്ലോ, അതായത് ആ ഒരു ടൈം മാനേജ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക 2 മണിക്കൂറിന് പകരം 4-5 മണിക്കൂർ തന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇരുന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും CUET-ൽ ഉണ്ടാവുക. കാരണം ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, ഭയങ്കര ടഫ് സിലബസും ടഫ് ക്വസ്റ്റ്യൻസും ഒന്നും അല്ല. പക്ഷേ ആ ടൈമിൻ്റെ ഉള്ളിൽ ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ആ ഒരു കോമ്പറ്റീഷൻ, അവിടെയാണ് വരുന്നത്. ചില കുട്ടികൾ ക്വിക്കായിട്ട് ചെയ്യും, കാരണം അവർ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് കാണുമ്പോൾ ഇറ്റ് ടേക്സ് മോർ ടൈം ടു സോൾവ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ എന്താ പറയുക ഇല്ലാണ്ടാക്കണമെങ്കിൽ, അത് ബ്രിഡ്ജ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. മാത്സിൻ്റെ കേസിൽ ഇരുന്ന് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവസാന നിമിഷം നമുക്ക് കുറച്ച് കഷ്ടപ്പെടുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ, കഷ്ടപ്പെടണം. സോ യെസ്, നന്നായിട്ട് ചെയ്ത് പഠിക്കുക. നമ്മളുണ്ട് കൂടെ, എന്ത് ഹെൽപ്പിനും നമ്മളുണ്ട്. CUET കോഴ്സസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ യെസ്, പറഞ്ഞ പോലെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്തമാറ്റിക്സ് റിക്വയർഡ് ആയിട്ട് വരുന്നവർ സിലബസ് അറിഞ്ഞ് പഠിക്കുന്നതാണല്ലോ നല്ലത്. സോ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഓക്കെടാ, താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.